ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. കഴിഞ്ഞ തവണ നമ്മൾ കിലുക്കത്തിലെ മൂവി ഡയലോഗ് വെച്ചിട്ട് ഇംഗ്ലീഷിലെ കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ പഠിച്ചിരുന്നു. ഇത്തവണ നമുക്ക് അതുപോലത്തെ ഒരു മൂവി യൂസ് ചെയ്തിട്ട് ഇംഗ്ലീഷ് പഠിക്കാം. സ്നേഹമുണ്ടോ? ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണു. അപ്പോൾ ഇതിലത്തെ ഡയലോഗ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. കുറേ പഠിക്കാനുള്ള സംഭവങ്ങളും ഉണ്ട് ഇതിൽ. നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഇതിപ്പോൾ ഒരു ആൺകുട്ടി പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ലവേഴ്സ് തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ലവ് എന്ന് പറഞ്ഞുള്ള വാക്കാണ് സ്നേഹത്തിന് യൂസ് ചെയ്യാം അല്ലേ. നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എങ്ങനെ ചോദിക്കും? ഡു യു ലവ് മീ? ഡു യു ലവ് മീ? പക്ഷേ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ചോദിക്കുമ്പോൾ എനിക്ക് ലവ് യൂസ് ചെയ്യുന്ന അത്ര ശരിയായി തോന്നുന്നില്ല. അപ്പോൾ ഡു യു കെയർ ഫോർ മീ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് തന്നെയാണ് അവിടെ അതിൻ്റെ അർത്ഥം. ഇപ്പോൾ സുഹൃത്തുക്കൾ തമ്മിൽ ഡു യു ലവ് മീ എന്ന് ചോദിച്ചാൽ കുറച്ച് റൊമാൻറ്റിക് ആയി പോയ റിലേഷൻഷിപ്പ്. അപ്പോൾ സുഹൃത്തുക്കൾ തമ്മിൽ ഡു യു കെയർ ഫോർ മീ? ഞാൻ നന്നായി ഇരിക്കുന്നത് നിനക്ക് താല്പര്യമുണ്ടോ എന്ന അർത്ഥത്തിൽ ഡു യു കെയർ ഫോർ മീ, ഡു യു കെയർ മീ, അങ്ങനെയല്ല കേട്ടോ. ഡു യു ലവ് മീ എന്ന് പറയുമ്പോൾ ലവ് മാത്രമല്ലേ യൂസ് ചെയ്തുള്ളൂ. പക്ഷെ കെയർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുമ്പം ഡു യു കെയർ ഫോർ മീ, ഫോർ വരും കേട്ടോ. മുതലാളി, പഞ്ചസാരക്ക് മധുരമുണ്ടോ, കൈപ്പയ്ക്ക് കയ്പുണ്ടോ, ഉപ്പിന് ഉപ്പുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. മുതലാളി, ബോസ് എന്ന് വിളിക്കാം. ബോസ്, പഞ്ചസാരയ്ക്ക് മധുരം ഉണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഇസ് ഷുഗർ സ്വീറ്റ്? പഞ്ചസാര ഷുഗർ, മധുരമുള്ളത് സ്വീറ്റ്നെസ് എന്നാണ് മധുരം എന്നുള്ളത് പറയാം. പക്ഷെ മധുരം ഉള്ളത് എന്നുള്ളതിന് സ്വീറ്റ് എന്നാണ് പറയാം. ഇസ് ഷുഗർ സ്വീറ്റ്? പഞ്ചസാരയ്ക്ക് മധുരം ഉണ്ടോ? കൈപ്പയ്ക്ക് കയ്പുണ്ടോ? കൈപ്പയ്ക്ക് എന്താ പറയുക? ബിറ്റർ ഗോഡ്. നമ്മുടെ പാവയ്ക്കോ കൈപ്പയ്ക്കോ പറയാം ബിറ്റർ ഗോഡ്. ബിറ്റർ ഗോഡിന് കയ്പുണ്ടോ? കയ്പിന് എന്താ പറയുക? നമ്മൾ പണ്ടൊരു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. കയ്പുള്ളത് എന്ന് പറയാൻ ബിറ്റർ എന്നും കയ്പ് എന്നുള്ളതിന് ബിറ്റർനെസ് എന്നുമാണ് പറയാം. അപ്പോൾ ഈ സാധനത്തിന് കയ്പുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഇസ് ബിറ്റർ ഗോഡ് ബിറ്റർ? ഉപ്പിനുപ്പുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഉപ്പിനുപ്പുണ്ടോ ഇതുമാതിരി തന്നെ. ഉപ്പ് സോൾട്ട്. ഇസ് സോൾട്ട് സോൾട്ടി? ഉപ്പുള്ളത് സോൾട്ടി. അപ്പോൾ ഇസ് സോൾട്ട് സോൾട്ടി എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അതെങ്ങനെ പറയും? യു ഡോണ്ട് ഹാവ് ടു ആസ്ക് സച്ച് ക്വസ്റ്റ്യൻസ്. യു ഡോണ്ട് ഹാവ് ടു ആസ്ക് സച്ച് ക്വസ്റ്റ്യൻസ്. അങ്ങനെയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ്. അങ്ങനെയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. യു ഡോണ്ട് ഹാവ് ടു ആസ്ക് സച്ച് ക്വസ്റ്റ്യൻസ്. നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ പ്രേമ? നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ പ്രേമ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ചോദിക്കും? അപ്പം നമ്മൾ നേരത്തെ പഠിച്ച സെൻറ്റൻസിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കണം അല്ലേ. യഥാർത്ഥ സ്നേഹം. ഇപ്പോൾ യഥാർത്ഥ സ്നേഹം റൊമാൻറ്റിക് ആയിട്ടുള്ളതാണെങ്കിൽ റിയൽ ലവ്. പക്ഷെ കെയർ ആവുമ്പോൾ ഡു യു റിയലി കെയർ ഫോർ മീ? ഡു യു റിയലി കെയർ ഫോർ മീ പ്രേമ? 4 വർഷം മുമ്പ് പണിയന്വേഷിച്ച് ടൗണിലെത്തിയ ഞാൻ വിശന്ന് പൊരിഞ്ഞ് ഒരു പീഡികത്തിനെ കിടക്കുമ്പോൾ. 4 വർഷം മുമ്പ്, 4 years ബിഫോർ അല്ല, 4 years എഗോ. എഗോ കേട്ടോ, ടൈം പറയുമ്പോൾ എഗോ. 4 years എഗോ വെൻ ഐ വാസ് ഇൻ ടൗൺ ലുക്കിംഗ് ഫോർ എ ജോബ്. ഞാൻ ഈ നഗരത്തിൽ ഉള്ളപ്പോൾ, വെൻ ഐ വാസ് ഇൻ ടൗൺ, എന്തിനു വേണ്ടിയിട്ട്? ഒരു തൊഴിൽ അന്വേഷിക്കുമ്പോൾ. ലുക്കിംഗ് ഫോർ എ ജോബ്. പണിയന്വേഷിച്ച് ടൗണിലെത്തിയ ഞാൻ വിശന്ന് പൊരിഞ്ഞ് ഒരു പീഡികത്തിനെ കിടക്കുമ്പോൾ. വിശന്ന് വലഞ്ഞ്, അതിനെന്താ പറയുക? ഭയങ്കര വിശപ്പിന് ഫാമിഷ്ഡ്. ഹങ്കറാണ് വിശപ്പ്, പക്ഷെ ഭയങ്കര ഇങ്ങനെ ആകെ വിശന്ന് കഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥേനെ ഫാമിഷ്ഡ് ആണ് എന്നാണ് പറയുക. നമ്മൾ ഫാമിഷ്ഡായി. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ വെൻ ഐ വാസ് ലൈയിങ് ഡൗൺ ഫാമിഷ്ഡ്, വിശന്നിട്ട് ഞാൻ അവിടെ കിടക്കുമ്പോൾ. വെൻ ഐ വാസ് ലൈയിങ് ഡൗൺ ഫാമിഷ്ഡ്. ഈ പീഡികത്തിനൊക്കെ എനിക്ക് കറക്റ്റായ വേർഡ് അറിയില്ല. അവിടെ കിടക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ലൈയിങ് ഡൗൺ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻസിൽ അറിയിക്കും കേട്ടോ പീഡികത്തിനൊക്കെ എന്താ പറയാന്ന്. യു ടുക്ക് മീ അലോങ് ആൻഡ് ബോട്ട് മീ ലഞ്ച്. ബോട്ട്, ബൈയുടെ പാസ്റ്റ് ടെൻസ് ബോട്ട്. മുതലാളി എന്നെ വിളിച്ചോണ്ട് പോയി ചോറ് വാങ്ങി തന്നു, അതാണ്. യു ടുക്ക് മീ അലോങ്, എന്നെ കൂടെ കൂട്ടി എന്നുള്ള അർത്ഥമാണ്. യു ടുക്ക് മീ അലോങ് ആൻഡ് ബോട്ട് മീ ലഞ്ച്. ചോറ് വാങ്ങിച്ചു തന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് അല്ലേ. അപ്പോൾ റൈസ് വാങ്ങിച്ചു തന്നു എന്നല്ലേ പറയേണ്ടത്. ഓരോ വേർഡ്സിനും ഓരോ സെൻറ്റൻസിൽ വരുമ്പോൾ അതിൻ്റെതായ യൂസേജ് ഉണ്ട് ദാസ. അത് മനസ്സിലാക്കണം നമ്മൾ. യു ബോട്ട് മീ റൈസ് എന്ന് ചോദിച്ചാൽ അന്ന് നീ ചോറാണ് വാങ്ങിച്ചു തന്നത് എന്നുള്ള അർത്ഥം വരും. ഊണ് വാങ്ങിച്ചു തന്നു, അതല്ലേ ചോറ് വാങ്ങിച്ചു തന്നു എന്നിപ്പോൾ പറയണത്. ഭക്ഷണം വാങ്ങിച്ചു തന്നു, അപ്പോൾ യു ബോട്ട് മീ ലഞ്ച്. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. അതെങ്ങനെ പറയും? ബാക്കിയുണ്ട്, ഞാൻ പറയുന്നില്ല. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ റെസ്റ്റ് ഓഫ് ഇറ്റ്. ഇനി ബാക്കിയുണ്ട്, റെസ്റ്റ് ഓഫ് ഇറ്റ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്.
ആ ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ റെസ്റ്റ് ഓഫ് ഇറ്റ്. മുതലാളി ഇപ്പൊ ഇത് ചോദിക്കാൻ കാരണം? അടുത്ത് ചോദിക്കുന്നത് മുതലാളി ഇപ്പം ഇത് ചോദിക്കാൻ കാരണം എന്താ? എനിക്ക് വിഷമമായി. എന്താ ചോദിക്കാൻ കാരണം? അതെങ്ങനെ പറയും? വാട്ട്സ് ദ റീസൺ യു ആർ ആസ്കിങ് മീ നൗ? വാട്ട് ഈസ് ദ റീസൺ? എന്താണ് കാരണം? വാട്ട് ഈസ് ദ റീസൺ യു ആർ ആസ്കിങ് മീ നൗ? നൗ എന്ന് വെച്ചാൽ ഇപ്പം ചോദിക്കാൻ കാരണം എന്താണ്? കുറച്ചുകൂടെ എക്സ്പാൻഡഡ് ആയിട്ട് നമുക്ക് പറയണമെങ്കിൽ വാട്ട്സ് ദ റീസൺ യു ആർ ആസ്കിങ് ദിസ് ടു മീ നൗ, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിൽ ആ ദിസ് ടു ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വാട്ട് ഈസ് ദ റീസൺ യു ആർ ആസ്കിങ് മീ നൗ? എനിക്ക് നിന്റെ സഹായം വേണം പ്രേമ, എനിക്ക് നിന്റെ സഹായം വേണം. അതെങ്ങനെ പറയാം? പലപ്പോഴും നമുക്ക് സഹായമൊക്കെ വേണമെങ്കിൽ എനിക്കൊരു സഹായം വേണം. എങ്ങനെ പറയാ? പ്രേമ, ഐ നീഡ് യുവർ ഹെൽപ്പ്. ഐ നീഡ് യുവർ ഹെൽപ്പ്. നിന്റെ സഹായം എനിക്ക് വേണം. ഐ നീഡ് യുവർ ഹെൽപ്പ്. മുതലാളി, ഞാൻ നന്ദിയുള്ളവനാ. ആ നന്ദി ഞാൻ എന്നും കാണിക്കും. മുതലാളി, ഞാൻ നന്ദിയുള്ളവനാ. അതെങ്ങനെ പറയും? നന്ദിയുള്ളവൻ. ബോസ്, ഐ ആം താങ്ക്ഫുൾ. എനിക്ക് നന്ദിയുണ്ട്. ഐ ആം താങ്ക്ഫുൾ. ബോസ്, ഐ ആം താങ്ക്ഫുൾ. ആ നന്ദി ഞാൻ എന്നും കാണിക്കും. അപ്പം നന്ദി കാണിക്കുന്നതിന് ഷോ ഗ്രാറ്റിറ്റ്യൂഡ്. ഷോ താങ്ക് അല്ല കേട്ടോ, ഷോ ഗ്രാറ്റിറ്റ്യൂഡ്. ഐ ആം താങ്ക്ഫുൾ ആൻഡ് ഐ ഓൾവേസ് ഷോ മൈ ഗ്രാറ്റിറ്റ്യൂഡ്. എൻ്റെ ആ നന്ദി ഞാൻ എന്നും കാണിക്കും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള വാക്ക് ഒന്ന് പഠിച്ചു വെക്കണേ. ഐ ആം താങ്ക്ഫുൾ ആൻഡ് ഐ ഓൾവേസ് ഷോ മൈ ഗ്രാറ്റിറ്റ്യൂഡ്. എന്തും ചെയ്യും പറഞ്ഞു. എന്തും ചെയ്യും. എങ്ങനെ പറയാം? ഐ ഡു എനിത്തിങ്. എന്ത് വേണമെങ്കിലും. എനിത്തിങ്. ഐ ഡു എനിത്തിങ്. പറഞ്ഞോ? ടെൽ മീ. പറഞ്ഞോ എന്നുള്ളതിന് ടെൽ മീ. ഞാനൊരു കല്യാണം കഴിക്കാൻ എനിക്കൊരു കല്യാണം കഴിക്കാൻ മുഴുവിപ്പിക്കുന്നില്ല, എന്നാലും എനിക്കൊരു കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, അതായിരിക്കില്ല അവിടെ പറയുന്നത്. എങ്ങനെ പറയാ? ഐ വോണ്ട് ടു ഗെറ്റ് മാരീഡ്. ഐ വോണ്ട് ടു ഗെറ്റ് മാരീഡ്. കല്യാണം കഴിക്കാൻ അച്ഛനമ്മയോടൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയണമെങ്കിൽ ഐ വോണ്ട് ടു ഗെറ്റ് മാരീഡ് എന്നാണ് പാരൻസിൻ്റെ അടുത്ത് പോയി പറയേണ്ടത് കേട്ടോ. ഐ വോണ്ട് ടു ഗെറ്റ് മാരീഡ്. കഴിക്കണം മുതലാളി എങ്ങനെ പറയും? ജസ്റ്റ് ഡു ഇറ്റ്. അതങ്ങ് ചെയ്യ് എന്നുള്ള അർത്ഥത്തിൽ ജസ്റ്റ് ഡു ഇറ്റ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നൊരാൾ പറഞ്ഞാൽ അത് ചെയ്തോ എന്നുള്ളതിന് ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയാം. പക്ഷേ ഇവിടെ കല്യാണം കഴിച്ചോ എന്നുള്ള പറയുന്നതിന് ഗെറ്റ് മാരീഡ് ബോസ്. എന്താ സംശയിക്കണേ? എന്തിനാണ് വിഷമിച്ച് നിൽക്കണേ? കഴിക്കുക. ഗെറ്റ് മാരീഡ് ബോസ്. അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ സ്ഥിരം പറയുന്ന കാര്യമായിരിക്കില്ല. അയ്യോ അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എങ്ങനെ പറയും? ദർ ആർ സം ഇഷ്യൂസ്. ദർ ആർ സം ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ്. ദർ ആർ സം ഇഷ്യൂസ്. ഉണ്ടാവട്ടെ. അതെങ്ങനെയാ? ലെറ്റ് ദെയർ ബി. ഉണ്ടാവട്ടെ. പ്രോബ്ലംസ് ഉണ്ടാവട്ടെ. ലെറ്റ് ദെയർ ബി. അതൊരു രജിസ്റ്റർ മാരേജ് ആയിട്ടേ നടക്കൂ. അതൊരു രജിസ്റ്റർ മാരേജ് ആയിട്ടേ നടക്കൂ. എങ്ങനെ പറയും? ഇറ്റ് വുഡ് ഓൺലി വർക്ക് ഔട്ട് ആസ് എ രജിസ്റ്റേർഡ് മാരേജ്. ഒരു രജിസ്റ്റേർഡ് മാരേജ് ആയിട്ടേ അത് നടക്കുള്ളൂ. ഇറ്റ് വുഡ് ഓൺലി വർക്ക് ഔട്ട് ആസ് എ രജിസ്റ്റേർഡ് മാരേജ്. അങ്ങനെ നടന്നാൽ മതി. അതെങ്ങനെ പറയും? ഇറ്റ് ഷുഡ് ഓൺലി ഹാപ്പൻ ലൈക്ക് ദാറ്റ്. അങ്ങനെ നടക്കാൻ പാടുള്ളൂ അത്. അങ്ങനെ ഇറ്റ് ഷുഡ് ഓൺലി ഹാപ്പൻ ലൈക്ക് ദാറ്റ്. അത് നടക്കണമെങ്കിൽ ഫോർ ദാറ്റ് ടു ഹാപ്പൻ. അത് നടക്കണമെങ്കിൽ, അങ്ങനെ സംഭവിക്കണമെങ്കിൽ, ഫോർ ദാറ്റ് ടു ഹാപ്പൻ രജിസ്റ്റർ ഓഫീസിൽ പോകണമെന്നാണ് ശ്രീനിവാസൻ പറയണത്. അതെങ്ങനെ പറയും? യു ഷുഡ് ഗോ ടു ദ രജിസ്ട്രാർ ഓഫീസ്. അല്ലേ, രജിസ്ട്രാറിൻ്റെ ഓഫീസിൽ പോകണം. യു ഷുഡ് ഗോ ടു ദ രജിസ്ട്രാർ ഓഫീസ്. അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പോകണം. യു ഷുഡ് ഗോ ടു ദ രജിസ്റ്റർ ഓഫീസ്. അതല്ല, വീട്ടുകാർക്കൊക്കെ എതിർപ്പാ. അതാണ് പ്രശ്നം. അതെങ്ങനെ പറയും? നോ, ഇറ്റ്സ് ദാറ്റ് ദ ഫാമിലീസ് ആർ അഗെയിൻസ്റ്റ് ഇറ്റ്. ഇറ്റ്സ് ദാറ്റ്. ആ കാരണം പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതാണ് കാരണം. എന്താണ്? ഇറ്റ്സ് ദാറ്റ് ദ ഫാമിലീസ് ആർ അഗെയിൻസ്റ്റ് ഇറ്റ്. അവർ സപ്പോർട്ടീവ് അല്ല, അവർ അതിനെതിരാണ്. അതാണ് ആ അഗെയിൻസ്റ്റ് ഇറ്റ് കേട്ടോ. ഇറ്റ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കണേന്. അപ്പോൾ ആരും കാണാതെ അവളെ കടത്തിക്കൊണ്ട് വരണം. ഈ കടത്തിക്കൊണ്ട് വരുന്നതിന് എന്താ പറയുക? നമുക്കൊക്കെ അറിയാം, സ്മഗിൾ. അപ്പോൾ നമ്മൾ വിചാരിക്കും കള്ളനോട്ടോ അല്ലെങ്കിൽ കള്ളപ്പണോ അല്ലെങ്കിൽ സ്വർണ്ണ ബിസ്ക്കറ്റൊക്കെ അല്ലേ കടത്തിക്കൊണ്ട് വരിക, സ്മഗിൾ ചെയ്യുക. ആൾക്കാരെയും ചെയ്യാൻ പറ്റുമോ? ആൾക്കാരെ സ്മഗിൾ ചെയ്യാറുണ്ട്. അപ്പോൾ സ്മഗിൾ എന്നുള്ള വാക്ക് തന്നെയാണ് ആൾക്കാരെ കടത്താനും കടത്തിക്കൊണ്ട് വരുന്നതിനൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ് ആക്കുക? അതുകൊണ്ട് ആരും കാണാതെ കടത്തിക്കൊണ്ട് വരണം. സോ ഐ ഹാവ് ടു സ്മഗിൾ ഹർ ഔട്ട് വിത്തൗട്ട് എനി വൺ നോട്ടീസിങ്. ആരും കാണാതെ, ആരും ശ്രദ്ധിക്കാതെ. സോ ഐ ഹാവ് ടു സ്മഗിൾ ഹർ ഔട്ട്. അവളെ പുറത്തേക്ക് കടത്തിക്കൊണ്ട് വരണം. വിതൗട്ട് എനി വൺ നോട്ടീസിങ്. വേറെ ആരും അറിയാണ്ട്. സ്മഗിൾ ഹർ ഔട്ട് ബോസ്. കടത്തിക്കൊണ്ട് വരൂ. സ്മഗിൾ ഹർ ഔട്ട് ബോസ്. അങ്ങനെയാണ് ശ്രീനിവാസൻ പറയണത്. ചെയ്യൂ അത്. അങ്ങനെ ഒറ്റയ്ക്ക് അത് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല. അതും നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു സെൻറ്റൻസ് ആണല്ലേ. എങ്ങനെ പറയും?
ഐ ആം നോട്ട് ബ്രേവ് ഇനഫ് ടു ഡു ഇറ്റ് അലോൺ. ബ്രേവ് ഇനഫ്, അതിനുള്ള ആ ഒരു ധൈര്യം ഇല്ല. ബ്രേവ് ഇനഫ് അല്ല. ഐ ആം നോട്ട് ബ്രേവ് ഇനഫ് ടു ഡു ഇറ്റ് അലോൺ. അലോൺ എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക്. ഐ ആം നോട്ട് ബ്രേവ് ഇനഫ് ടു ഡു ഇറ്റ് അലോൺ എന്ന് വെച്ചാൽ അത്രയും ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല. ബ്രേവ് ഇനഫ്. അതുപോലെ തന്നെ ഐ ആം നോട്ട് സ്മാർട്ട് ഇനഫ് ടു സോൾവ് ദ പ്രോബ്ലം. ഈ പ്രോബ്ലം ചെയ്തു തീർക്കാൻ അത്രയുമുള്ള കഴിവ് എനിക്കില്ല. അത്രയും സ്മാർട്ടല്ല ഞാൻ. ഐ എം നോട്ട് സ്മാർട്ട് ഇനഫ്. അല്ലെങ്കിൽ ഐ എം നോട്ട് റിച്ച് ഇനഫ് ടു ബൈ ദ ഫോൺ. എനിക്ക് ആ ഫോൺ വാങ്ങിക്കാനുള്ള അത്രയും കാശില്ല. ഐ എം നോട്ട് റിച്ച് ഇനഫ്. അപ്പോൾ കണ്ടോ, ഐ എം നോട്ട് റിച്ച് ഇനഫ്, ഐ എം നോട്ട് ബ്രേവ് ഇനഫ്, ഐ എം നോട്ട് ടോൾ ഇനഫ്. എനിക്ക് അത്രയ്ക്ക് പൊക്കമില്ല ടു ഡു സംതിങ്, ടു പ്ലേ ബാസ്കറ്റ് ബോൾ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ വേറെ രീതി പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ദ ഗട്ട്സ് ടു ഡു ഇറ്റ് അലോൺ. അതിനുള്ള ഗട്ട്സ്, ധൈര്യം അതില്ല. ഐ ഡോണ്ട് ഹാവ് ദ ഗട്ട്സ് ടു ഡു ഇറ്റ് അലോൺ. ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ധൈര്യമില്ല. ഇപ്പോൾ നമുക്ക് ആൾക്കാരെടുത്ത് ഡു യു ഹാവ് ദ ഗട്ട്സ് ടു ഡു ഇറ്റ്, നിനക്ക് അത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ അങ്ങനെ ചോദിക്കാം. ഗട്ട്സ്. അതിനാ എനിക്ക് നിന്റെ സഹായം ആവശ്യം. അതിനാ എനിക്ക് നിന്റെ സഹായം ആവശ്യം. പിന്നെ പറയാം ദാറ്റ്സ് വെയർ ഐ നീഡ് യുവർ ഹെൽപ്പ്. അവിടെയാണ് എനിക്ക് നിന്റെ സഹായം ആവശ്യമുള്ളത്. ദാറ്റ്സ് വെയർ ഐ നീഡ് യുവർ ഹെൽപ്പ്. അപ്പോൾ അത് സിമ്പിളായ സെൻറ്റൻസ് ആണ്. ദാറ്റ്സ് വെയർ, അവിടെയാണ് ഐ നീഡ് യുവർ ഹെൽപ്പ്, എനിക്ക് നിന്റെ സഹായം ആവശ്യമുള്ളത്. സോറി മുതലാളി, ഇക്കാര്യത്തിന് എന്നെ കിട്ടില്ല. സോറി മുതലാളി, ഇക്കാര്യത്തിൽ എന്നെ കിട്ടില്ല. എന്ത് നല്ല നീറ്റായിട്ടാണ് പറഞ്ഞത്. അതെങ്ങനെ പറയാം? സോറി ബോസ്, ഐ കാൺ ഹെൽപ്പ് യു വിത്ത് ദിസ്. സോറി ബോസ്, സോറി ഐ കാൺ ഹെൽപ്പ് യു വിത്ത് ദിസ്. ഇതിലെനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. ഐ കാൺ ഹെൽപ്പ് യു വിത്ത് ദിസ്. ഐ കാൺ ഹെൽപ്പ് യു വിത്ത് ദിസ്. അപ്പോൾ ഇതിനെ സഹായിക്കുമെന്ന് ചോദിക്കാൻ വേണ്ടി ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ട് ഇത് കണക്കൊന്നും കൂട്ടിയിട്ട് ശരിയാവണില്ലല്ലോ, ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, ഇതിലൊന്ന് സഹായിക്കുമോ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ പാത്രം കഴുകാൻ കുറേ ഉണ്ട്, ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, ഇത് കഴുകാൻ സഹായിക്കുമോ. അല്ലെങ്കിൽ അടിച്ചു വാരാനുണ്ട്, ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, ഈ അടിച്ചു വാരാൻ ഒന്ന് സഹായിക്കുമോ. അങ്ങനെ ദിസ് എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് മറ്റേയാൾക്ക് അറിയുമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഒന്ന് സഹായിക്കുമോ, ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് കഴിഞ്ഞിട്ട് ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, ഇതിന്. അപ്പോൾ ഇയാൾ സഹായിക്കാൻ പറ്റില്ല എന്നെങ്ങനെയാണ് പറയണേ? ഐ കാൺട്ട് ഹെൽപ്പ് യു വിത്ത് ദിസ്, എനിക്കിതിൽ സഹായിക്കാൻ പറ്റില്ല. പ്രേമ നീയല്ലേ പറഞ്ഞത് നന്ദിയുണ്ട്, എന്ത് സഹായം വേണേലും. പ്രേമ നീയല്ലേ പറഞ്ഞത്, അതെങ്ങനെ പറയാം? നീയല്ലേ ഇങ്ങനെ പറഞ്ഞത്, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കില്ലേ, അതെങ്ങനെ പറയാം? ആറൻറ്റ് യു ദ വൺ ഹു സെഡ് യു ആർ താങ്ക്ഫുൾ ആൻഡ് വുഡ് ഡു എനിത്തിങ്. യു ആർ താങ്ക്ഫുൾ, നീ നന്ദിയുള്ളവനാണെന്നും എന്തും ചെയ്യുന്നു, വുഡ് ഡു എനിത്തിങ്, അങ്ങനെ പറഞ്ഞത് നീയല്ലേ. ആറൻറ്റ് യു ദ വൺ. പക്ഷേ ഇത് പറ്റില്ല. ബട്ട് ദിസ് ഐ കാൺ ഡു, ഇത് അതെനിക്ക് പറ്റില്ല. ബട്ട് ദിസ് ഐ കാൺ ഡു, അല്ലെങ്കിൽ ഐ കാൺ ഡു ദിസ് എന്ന് പറയാം. പക്ഷേ അതിൻ്റെ ഒരു പഞ്ചിൽ വരാൻ വേണ്ടിയിട്ട് ബട്ട് ദിസ്, ഇത് ഈ കാര്യം ഐ കാൺ ഡു, വേറെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. അന്ന് ആ കുട്ടിയുടെ കത്ത് വന്നപ്പോ മുതലാളി പറഞ്ഞു മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് മുതലാളി തീരുമാനിച്ചോളാം. അന്ന് ആ കുട്ടിയുടെ കത്ത് വന്നപ്പം മുതലാളി പറഞ്ഞു, അതെങ്ങനെ പറയും? ദാറ്റ് ഡേ, അന്നൊരു ദിവസം, ദാറ്റ് ഡേ വെൻ യു ഗോട്ട് എ ലെറ്റർ ഫ്രം ദ ഗേൾ. ഏത് ഗേളാന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം, അതുകൊണ്ടാണ് ഫ്രം ദ ഗേൾ എന്ന് പറയുന്നത്. ദ ഗേൾ എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്നൊരു പെണ്ണാണിത്. നമ്മൾ ഇപ്പം ഈ സംസാരിക്കുമ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് കത്ത് അയച്ചതെന്ന്. അതുകൊണ്ട് ദാറ്റ് ഡേ വെൻ യു ഗോട്ട് എ ലെറ്റർ ഫ്രം ദ ഗേൾ യു സെഡ്, നിങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? മറ്റേ കത്താണോ മറിച്ചേ കത്താണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഈ മറ്റേ മറിച്ചെന്നൊക്കെ മലയാളത്തിൽ പറയാം, അതിനൊക്കെ അതേമാതിരി ഇംഗ്ലീഷ് എനിക്കറിയില്ല. നമുക്ക് ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. യു സെഡ് യു വുഡ് ഡിസൈഡ് വാട്ട് കൈൻഡ് ഓഫ് ലെറ്റർ ഇറ്റ് ഇസ്. അത് എന്ത് തരത്തിലുള്ള കത്താണെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതാണല്ലോ മറ്റേ കത്ത് മറിച്ചേ കത്ത് എന്ന് ഉദ്ദേശിക്കണേ. എന്ത് തരത്തിലുള്ള കത്താണെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഐ വുഡ് ഡിസൈഡ് വാട്ട് കൈൻഡ് ഓഫ് ലെറ്റർ ഇറ്റ് ഇസ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ? യു സെഡ് യു വുഡ് ഡിസൈഡ് what kind of letter it is. That day when you got a letter from the girl, you said you would decide what kind of letter it is. പാർട്ടായിട്ട് പഠിച്ചാൽ മതി, വലിയ ഡിഫിക്കൽട്ട് അല്ല കേട്ടോ. ഇത് കുറച്ച് ലെങ്ത്തുള്ള സെൻറ്റൻസ് ആണെന്നേ ഉള്ളൂ. അത് സ്പ്ലിറ്റ് ചെയ്ത ചെറിയ ചെറിയ സെൻറ്റൻസുകൾ തന്നെയാണ്. അധികം സ്വാതന്ത്ര്യം എടുക്കരുത് എന്ന് താക്കീതും ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആണ്, അധികം സ്വാതന്ത്ര്യം എടുക്കരുത് എന്ന് താക്കീത് ചെയ്തു. അതെങ്ങനെ പറയാ? സ്വാതന്ത്ര്യം എടുക്കുക, അതെങ്ങനെ പറയാം? സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസ് ആണ്. അതെന്ത് സ്വാതന്ത്ര്യം? ഇന്ത്യയുടെ സ്വാതന്ത്ര്യം 47 കിട്ടിയില്ലേ, ആ സ്വാതന്ത്ര്യം അതല്ല ഇവിടെ ഉദ്ദേശിക്കണേ. ഫ്രീഡം എടുക്കുക. ഇപ്പോൾ ഫ്രീഡം ആണോ? ഇതിനൊരു വേർഡ് ഉണ്ട്, ടേക്കിംഗ് ടു മെനി ലിബർട്ടീസ്. ഭയങ്കര സ്വാതന്ത്ര്യം ഒരാളുടെ അടുത്ത് എടുക്കുന്നതിന് ടേക്കിംഗ് ലിബർട്ടീസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പറയുക? താക്കീത് തന്നു. എങ്ങനെ താക്കീത്? എന്താ സംഭവം? വാർണിംഗ് അല്ലേ? താക്കീത് എന്ന് വെച്ചാൽ വാർണിംഗ് ആണ്. യു ഓൾസോ വാണ്ട് മീ നോട്ട് ടു ടേക്ക് ടു മെനി ലിബർട്ടീസ്. കുറേ അങ്ങനെ സ്വാതന്ത്ര്യം എടുക്കണ്ടെന്ന് വാൺ ചെയ്തിരുന്നു, താക്കീത് തന്നിരുന്നു. യു ഓൾസോ വാണ്ട് മീ നോട്ട് ടു ടേക്ക് ടു മെനി ലിബർട്ടീസ്. അതന്ന് അങ്ങനെ എങ്ങനെ പറയും? ഇറ്റ്സ് സോ ഹാപ്പൻഡ് ദാറ്റ് ഡേ. അതന്ന് അങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ ഇറ്റ്സ് സോ ഹാപ്പൻഡ് ദാറ്റ് ഡേ എന്നിട്ട് കുത്തു ഇങ്ങനെ തരികി നിന്നാൽ മതി. ഇറ്റ്സ് സോ ഹാപ്പൻഡ് ദാറ്റ് ഡേ.
അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്നുള്ള അർത്ഥത്തിൽ. അല്ല, ഞാൻ വേറെ എന്തും ചെയ്യാം, എനിക്കന്ന് അത്രക്ക് ഫീൽ ചെയ്തു മുതലാളി. ഞാൻ വേറെ എന്തും ചെയ്യാം, പക്ഷെ എനിക്ക് അന്ന് അത്രയും ഫീൽ ചെയ്തു. എങ്ങനെ പറയും? നോ, ഐ ക്യാൻ ഡു എനിത്തിങ് എൽസ്. വേറെ എന്തും വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഐ ക്യാൻ ഡു എനിത്തിങ് എൽസ്. എന്താ കാരണം? എനിക്ക് അന്ന് അത്രയും വിഷമായി. ഐ ഫെൽറ്റ് സോ ബാഡ് ദാറ്റ് ഡേ. അല്ലെങ്കിൽ ഐ ഫെൽറ്റ് ഒഫൻഡഡ് എന്ന് പറയാം. പക്ഷേ അതിനേക്കാളും ഇവിടെ വിഷമായതാണ്. ഒഫൻഡഡ് ആവുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പറഞ്ഞത് രസിക്കാതിരിക്കുക എന്നാണ്. ഇവിടെ രസിക്കാതിരുന്നേക്കാളും ആൾക്ക് വിഷമായി. ഐ ഫെൽറ്റ് സോ ബാഡ് ദാറ്റ് ഡേ. സോറി പ്രേമ, ഐ ആം റിയലി സോറി. നീ ഈ കാര്യത്തിൽ എന്നെ സഹായിക്കില്ലേ പ്ലീസ്? സോറി, നീ ഈ കാര്യത്തിൽ എന്നെ സഹായിക്കില്ലേ? അതങ്ങനെ ചോദിക്കും. വോണ്ട് യു ഹെൽപ്പ് മീ വിത്ത് ദിസ് പ്ലീസ്? ഞാൻ സഹായിക്കില്ലടാ. വോണ്ട് യു ഹെൽപ്പ് മീ വിത്ത് ദിസ് പ്ലീസ്? വോണ്ട് യു ഹെൽപ്പ് മീ ഇതിൽ. അപ്പോൾ വിത്ത് ദിസ്. വോണ്ട് യു ഹെൽപ്പ് മീ വിത്ത് ദിസ് പ്ലീസ്? അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാം. അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റുമോ? ഇങ്ങനെ ചോദിക്കണേ. സോ കെൻ ഐ ടേക്ക് ലിബർട്ടീസ് വിത്ത് യു? കെൻ ഐ ടേക്ക് ലിബർട്ടീസ് വിത്ത് യു? താങ്കളോട് എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റുമോ? അപ്പോൾ കെൻ ഐ ടേക്ക് ലിബർട്ടീസ് വിത്ത് യു? നീ അവിടെ കടത്തിക്കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ കയറ്റുന്നവരെയുള്ള കാര്യം പ്ലാൻ ചെയ്തോ? അപ്പം മോഹൻലാൽ എടുത്തോന്നൊന്നും പറയണില്ല, നീ ബാക്കിയൊക്കെ പ്ലാൻ ചെയ്തോന്നാണ് പറയണേ. അതെങ്ങനെ പറയണേ? യു ഗോ എഹെഡ്, മുന്നോട്ട് പോയിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ യു ഗോ എഹെഡ് ആൻഡ് പ്ലാൻ എവറിത്തിങ് ഫ്രം സ്മഗ്ലിങ് ഹെർ ഔട്ട്, കല്യാണം കഴിപ്പിക്കുന്നത്, ടു ഗെറ്റിംഗ് ഹെർ മാരീഡ് ടു മീ, ഞാനുമായിട്ടുള്ള കല്യാണം കഴിപ്പിക്കുക. അതാണ് ടു ഗെറ്റിംഗ് ഹെർ മാരീഡ് ടു മീ. വീട്ടിൽ കയറ്റുന്നവരേക്കുള്ള ഓൾ ദ വേ ടിൽ ഗെറ്റിംഗ് ഹെർ ഇൻ ടു ദ ഹൗസ്, വീട്ടിൽ കയറ്റുന്ന വരേക്കുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തോളൂ എന്നാണ് പറയണേ. എങ്ങനെയാണ് പറയണേ? യു ഗോ അഹെഡ് ആൻഡ് പ്ലാൻ എവറിത്തിങ് ഫ്രം, എന്നിട്ട് ആ ഫ്രം എന്നുള്ളതിന് നമുക്ക് പല കഞ്ഞിണ്ടാക്കുക, പയർ വയ്ക്കുക, എല്ലാം നീ പ്ലാൻ ചെയ്തു. അങ്ങനെ എന്ത് വേണമെങ്കിലും അവിടെ ഇടാൻ പറ്റും. അപ്പോൾ യു ഗോ അഹെഡ് ആൻഡ് പ്ലാൻ എവറിത്തിങ് ഫ്രം ദിസ് ടു ദിസ് ടിൽ ദിസ്, ഇതു മുതൽ ഇതും പിന്നെ ഇതുവരേക്കും, അങ്ങനെ ഫ്രം ദിസ് ടു ദിസ് ടിൽ ദിസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ സെൻറ്റൻസ് ഇടാം. ഇവിടെ എങ്ങനെയാണ് വന്നത്? യു ഗോ അഹെഡ് ആൻഡ് പ്ലാൻ എവറിത്തിങ് ഫ്രം സ്മഗ്ലിങ് ഹെർ ഔട്ട് ടു ഗെറ്റിംഗ് ഹെർ മാരീഡ് ടു മീ, ഓൾ ദ വേ ടിൽ, അവിടെ വരെ, ഓൾ ദ വേ ടിൽ ഗെറ്റിംഗ് ഹെർ ഇൻ ടു ദ ഹൗസ്, വീട്ടിലേക്ക് കയറ്റുന്ന വരേക്കും, ഗെറ്റിംഗ് ഹെർ ഇൻ ടു ദ ഹൗസ്. ഇന്നത്തെ ഈ മൂവി സീനിൽ കുറേ കാര്യങ്ങൾ നമ്മൾ റെഗുലറായിട്ട് ഉണ്ടാവുന്ന കോൺവെർസേഷൻസിൽ വരുന്ന സെൻറ്റൻസസ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. സിമ്പിളായ സെൻറ്റൻസുകളാണ്. കുറച്ച് ലെങ്ത്തുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ എന്തെങ്കിലും വെച്ച് ആഡ് ചെയ്യോ കോമഡിയോ അങ്ങനെയൊക്കെ അല്ലേ വേണ്ടൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭിത്തിയുടെ കടത്തിനയുടെ ആ മീനിങ് അറിയെങ്കിൽ അത് കമൻസിൽ അറിയിക്കുക. പിന്നെ ഇതുമാതിരി വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അഭിപ്രായം അറിയിക്കുക കേട്ടോ. കൂടാതെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ഫണ്ണായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുടെ അടുത്ത് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.